ഹലോ ഗൈസ് 24/7 ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇഷു ബേബിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ എല്ലാത്തിലും 2 വെച്ച് കിട്ടിയിട്ടുണ്ട്. വന്നപ്പം നമുക്ക് ഇപ്പോൾ സൈക്കിളായാലും 2 അങ്ങനെ സെയിം ഐറ്റംസ് തന്നെ 2 ഒക്കെ വന്നിട്ടുണ്ട്. ഇച്ചുവിന് ഇതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൻ ഇടയ്ക്കൊക്കെ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് സൈക്കിളും ഇങ്ങനത്തെ ടോയ്സ് വലുതൊക്കെ ഇത്രയാണ് കിട്ടിയ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയായപ്പം ബാക്കി ടോയ്സല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ഗിഫ്റ്റ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇച്ചുവിനാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഗിഫ്റ്റിൻ്റെ കവറുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ അടങ്ങിയിരിക്കത്തില്ല. അപ്പം നമ്മളിനി കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് മറ്റേ ചെറിയ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഒത്തിരി പേര് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പൊട്ടിച്ച്, അപ്പോൾ നമ്മുടെ ഒരു കോട്ട് സെറ്റ് പോലത്തെ ഒരു ചെറിയ ഡ്രസ്സായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു ഷർട്ടും അതിൻ്റെ ഒരു ട്രൗസറും ഒക്കെ പോലത്തെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിക്കുന്നതിൻ്റെ ഇതിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ട്, ഞാൻ, ചേട്ടായി, പിന്നെ ഉണ്ണിക്കുട്ടൻ, പപ്പ, പിന്നെ അമ്മ ആണെങ്കിൽ അടുക്കള എന്തോ ജോലിയിലായിരുന്നു. അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ വാവിച്ച് വിട്ടിരുന്ന് കളിക്കുന്നത്. പിന്നെ അത് ഞങ്ങൾ ഒരെണ്ണം പിടിച്ചപ്പം ഒരു മുയലായിരുന്നു, ഇങ്ങനെ കളിക്കുന്ന മുയൽ. ഇങ്ങനെ പാട്ട് കേട്ട് താഴെ വെക്കുമ്പോൾ അതിങ്ങനെ ചാടി പോവായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത വീണ്ടും ഒരു കവറ് പൊട്ടിച്ച് നോക്കി, അതും ഡ്രസ്സായിരുന്നു. അത് ഞങ്ങളപ്പോൾ നോക്കിയപ്പോൾ ബിന്നിനും ട്രൗസറും പോലെ തന്നെ ഡ്രസ്സാണ്, കുറച്ച് വലുതാണ്, കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇച്ചിരി കൂടെ വലുതാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതെല്ലാം പൊട്ടിച്ച് നോക്കിയപ്പോൾ കുറേയൊക്കെ നമുക്ക് വലിയ വലിയ ഡ്രസ്സാണ് കേട്ടോ. വാവയ്ക്ക് ഇപ്പം പറ്റുന്നത് 2-3 ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം കുഞ്ഞിന് കുറച്ച് വലുതാണ്. അപ്പം നമ്മളിനി ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് എല്ലാവരും കൊണ്ടുവന്നത്. പിന്നെ ഇച്ചുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോന്ന് പൊട്ടിക്കുമ്പോഴും അവൻ അതെല്ലാം വന്ന് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവനതൊക്കെ ഭയങ്കരമായിട്ട് അവന് കളിപ്പാട്ടമല്ല ഇഷ്ടം, അതിൻ്റെ അകത്തെ ഇതുണ്ടല്ലോ പേസ് ബോർഡൊക്കെ, അത് വെച്ച് കളിക്കാനാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ഒരെണ്ണം പൊട്ടിച്ച്, അതും ഡ്രസ്സായിരുന്നു. അതും നല്ലൊരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു ട്രൗസറും ഒക്കെ ആയിരുന്നു. അതും കുറച്ച് വലുതാട്ടോ, പക്ഷെ നല്ല ഭംഗിയാട്ടോ. എല്ലാ ഡ്രസ്സും കാണാൻ നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. പക്ഷെ നമ്മൾ ഇതൊക്കെ ഇടണമെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ 28-ന് ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടപ്പം ഒത്തിരി വലുതായിരുന്നു. അപ്പം ഞാൻ ചിലതൊക്കെ ആണെങ്കിൽ ചെറുതായിപ്പോയി ഇരുന്ന്, കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഓർക്കത്തില്ലല്ലോ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കബോർഡ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അടുക്കി പെറുക്കുമ്പോഴായിരിക്കും അയ്യോ ഈ ഡ്രസ്സുണ്ട്, ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിപ്പോയി കാണും. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീണ്ടും നമ്മൾ അടുത്തൊരു ബോക്സ് പൊട്ടിച്ചപ്പോൾ അതിലും 2 ഡ്രസ്സായിരുന്നു, അതും കുറച്ച് വലുതായിട്ടോ. പക്ഷെ അത് ഷർട്ടും പാൻസും പിന്നെ ട്രൗസറും ഒരു ബിന്നീനും ഒക്കെയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പം ഇനി ഇരിപ്പുണ്ട്, നമ്മളിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിന് ഇച്ചുവിന് ഇങ്ങനെ 2 വയസ്സാകുമ്പോൾ ഇടാമെന്നൊക്കെ. പിന്നെ നമ്മൾ കവറൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കോട്ടെ, വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ കവറൊക്കെ എടുത്തിട്ട് മടക്കി ഒരു സൈഡിൽ വെക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ 2 ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് നോക്കി. അപ്പം അത് പൊട്ടിച്ചപ്പോഴത്തേക്ക് അതാണെങ്കിൽ നമുക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞിന് നമ്മുടെ ഈ സ്കൂളിലൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. ഒരു ബോക്സ്, പിന്നെ ഒരു ഗ്ലാസ് ടൈപ്പ്, പിന്നെ ഒരു ബോട്ടിലൊക്കെ മറ്റേ ഈ സ്റ്റീലിൻ്റെ ടൈപ്പ് ബോട്ടിലില്ലേ, ഫ്ലാസ്ക് അതുപോലത്തെ ഫ്ലാസ്ക് ബോട്ടിലും, പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു ടിഫിൻ ബോക്സും ഒക്കെ ആയിരുന്നു. ഈ ചൂടൊക്കെ നിൽക്കുന്ന ടൈപ്പ്, നമ്മുടെ ഗ്യാസ് റോളൊക്കെ പോലത്തെ ടൈപ്പ് ഒരു ടിഫിൻ ബോക്സും ഒക്കെ. അങ്ങനെ ഇതൊക്കെ നമുക്ക് നമ്മുടെ പപ്പാൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ കുറേ കസിൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന ചെറിയ ഗിഫ്റ്റ്സൊക്കെയാണ് ഇത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. നല്ല ഫ്ലാസ്കും നല്ല എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളിങ്ങനെ പൊട്ടിച്ച് നോക്കുമായിരുന്നു കേട്ടോ. ഇത് കുറച്ചിങ്ങനെ ഒട്ടിച്ചിങ്ങനെ നന്നായിട്ട് വെച്ചേക്കുക, കാരണം ഇത് ഞാൻ ഓൾറെഡി നേരത്തെ എടുത്ത വീഡിയോ അല്ലേ, അതുകൊണ്ട് എനിക്കറിയാം ഓരോന്ന് കാണുമ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളും, അതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങനെ കണ്ടു, അതായിരുന്നു ഗ്ലാസ്. പക്ഷെ നല്ല കേട്ടോ, അതിനൊരു ഗ്ലാസ്സിനൊരു ചെറിയ അടപ്പൊക്കെ ഉണ്ട്, ഒരു സ്മൈലിയുടെ ഗ്ലാസ്സാണ് കേട്ടോ, ഒരു ഗ്രീൻ കളർ.
പേസ്റ്റൽ ഗ്രീനില്ലേ അതുപോലത്തെ ഒരു കളറായിരുന്നു. ഇച്ചു ആണെങ്കിൽ അത് എടുത്തോണ്ടിങ്ങനെ പോകുന്നത് കേട്ടോ. അവനത് കിട്ടിയപ്പോഴേ അവനിങ്ങനെ കൊണ്ടുപോയി, കാരണം അതിങ്ങനെ നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ അതിങ്ങനെ പാക്ക് ചെയ്തേക്കുന്ന കാണാനൊക്കെ. പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നം വരും കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ പനിയുണ്ട്, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളിതെല്ലാം പൊട്ടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞാൻ അപ്പോൾ ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷെ അപ്പോൾ ഇടാൻ നമുക്ക് പറ്റിയില്ല. നമ്മളത് കഴിഞ്ഞ് തിരക്കൊക്കെ ആയി. പിന്നെ നമുക്ക് പളനിയിലൊക്കെ പോകണമായിരുന്നു, അതിൻ്റെ വ്രതവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ പുറമെ വരും. കണ്ടോ, ഞാൻ പറഞ്ഞ അതാണ് മറ്റേ കാസറോള് പോലത്തെ ടിഫിൻ ബോക്സ്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. നല്ല ഭംഗിയുണ്ട്, നമുക്ക് യൂസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ ഞാനിത് പളനിയിലൊക്കെ പോയപ്പോൾ കൊണ്ടുപോയി കേട്ടോ. ഞാൻ ആ സമയമായപ്പോഴത്തേക്ക് ഇതെല്ലാം കൊണ്ടാണ് പോയത്. നല്ലതായിരുന്നു. നമുക്ക് ടിഫിനൊക്കെ വെച്ചിട്ടേ നല്ല ചീത്തയൊന്നും ആയില്ല, നല്ലതായിട്ട് ഇരുന്നു വാവയുടെ ഫുഡൊക്കെ അതിൻ്റെ അകത്ത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. പിന്നെ അവനാണെങ്കിൽ ഇതെല്ലാം എടുത്ത് താഴെ ഇട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയുള്ള ബഹളത്തിൽ ഞങ്ങളിപ്പോൾ ഓരോന്നായിട്ട് പൊട്ടുമൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ച് ഓരോന്നായിട്ട് എടുത്ത് ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ബോട്ടിലിൻ്റെ പാക്കറ്റാണ് ഇനി പൊട്ടിക്കുന്നത്. അപ്പം ഞങ്ങളതിങ്ങനെ താഴോട്ട് വലിക്കുകയാണ്, കാരണം നന്നായിട്ടത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ ചെറിയ പാടുണ്ടായിരുന്നു. അപ്പം ഞാനും മാമും കൂടെ അതിങ്ങനെ നമ്മൾ ഒട്ടിച്ചെല്ലാം ഇങ്ങനെ ഇളക്കുന്നതിൻ്റെ ധൃതിയിൽ ഇങ്ങനെ ഇരിക്കുക. ഇച്ചോടിരുന്ന് ആ പേസ് ബോർഡ് ഇട്ട് കറക്കി കളിക്കുന്നുണ്ട്. പപ്പയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ട്. അവനെ ചിലപ്പോൾ എടുത്ത് വായിൽ വെക്കും ഇങ്ങനെ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടേ. അപ്പോൾ അതും പപ്പ നോക്കുന്നുണ്ട്. പിന്നെ പപ്പൻ്റെ 2 ഷൂസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതും ഇതിൻ്റെ ഇടയ്ക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. 2 ഷൂസ് ഉണ്ട്, അത് നല്ല കേട്ടോ. അതിൻ്റെ അടിയിലാണെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാം. അത് നടക്കുന്ന ടൈമിൽ ഇവനിപ്പം നടക്കത്തില്ല, ഇപ്പം ഇങ്ങനെ പിടിച്ചൊക്കെ നടക്കത്തേ ഉള്ളൂ, നന്നായിട്ട് നടക്കാറായില്ല. അപ്പം കാലയിട്ട് കൊടുത്ത് ഇങ്ങനെ പാട്ട് കേട്ട് നടക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു വലിയ ഗിഫ്റ്റ്സ് എടുത്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ പൊട്ടിക്കാമെന്ന്. അപ്പോൾ മാം പറഞ്ഞില്ല, ഇത് ഞാൻ പൊട്ടിക്കാമെന്ന്. അങ്ങനെ മാം അത് പൊട്ടിക്കുകയാണ്. അപ്പം അതും എന്തുമായിരുന്നെന്ന് അപ്പം ഞങ്ങളത് ഗസ് ചെയ്തു എന്തായിരിക്കുമെന്ന്. അപ്പം ഈ വലിയ ബോക്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ടെഡി ബിയറാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പിള്ളേരില്ല, നമ്മുടെ ഉണ്ണിക്കുട്ടനെയൊക്കെ പറഞ്ഞു എന്നാൽ ടെഡി ബിയർ ആയിരിക്കും. ഉണ്ണിക്കുട്ടനെ ഇവിടുത്തെ പിള്ളേർ സെറ്റ് കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു. അപ്പം ടെഡി ബിയർ ആവാനാണ് സാധ്യത എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പം അത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പ അതിന് മറ്റേ കത്തി എടുക്കാൻ പോവുക, ഒന്ന് കട്ട് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഇത് തന്നെ പറയുക ടെഡി ആയിരിക്കും, അതുകൊണ്ട് നല്ല ബോക്സായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത്തുവാണെങ്കിൽ ആ മുയലിനെ എടുത്ത്, പക്ഷെ അവനത് പേടിയാട്ടോ. മുയലിനെ അത് കത്തിക്കുമ്പോഴത്തേക്ക് അവനൊരു ചെറിയ പേടിയും അത് പിടിക്കാനും ഒക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതിങ്ങനെ അനങ്ങും, കണ്ടോ, ഇങ്ങനെ ചാടി നല്ല രസം കേട്ടോ. നമ്മൾ താഴെ വെച്ച് ഇങ്ങനെ ചാടി അതൊരു പാട്ടൊക്കെ കേട്ട്, എനിക്കൊന്ന് റെഡും ഗ്രീനും ലൈറ്റൊക്കെ കത്തും. എന്നിട്ട് അതിങ്ങനെ പാട്ട് കേട്ട് ഓടി പോവും. പിന്നെ പപ്പ കത്തി കൊണ്ട് കൊടുത്തു. പിന്നെ മാമാണെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത്. അപ്പം നമ്മൾ അതിങ്ങനെ നോക്കാം. അപ്പം ഞങ്ങൾ നോക്കാം നല്ല റെഡ് കളറിലൊരു നല്ലൊരു ടെഡി കേട്ടോ. എനിക്കിഷ്ടമായി, കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്. നമ്മൾ ഒരു മീഡിയം സൈസിലൊരു അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ളൊരു ടെഡിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതും അത് നോക്കുക, ആഹാ. അപ്പോൾ ഇത്തുവിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു വലുതുണ്ട്. ഇവിടെ ഉണ്ണിക്കുട്ടനാണെങ്കിൽ അവർ കറങ്ങാൻ പോയപ്പോൾ ഒരു വലിയ ടെഡി, അതൊരു ബ്രൗൺ കളറാണ്. അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ പേര് മറന്നുപോയി. അവൻ ആ പേര് പറയുമ്പം അതിനെ ഇങ്ങനെ കാണിക്കും അതവിടെ ഇരിപ്പുണ്ടെന്ന്. അവൻ ആ ടെഡി കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ ടെഡിയുടെ പുറകിന് അങ്ങ് പോയി. പിന്നെ അടുത്തൊരു പാക്കറ്റ് പൊട്ടിച്ചു. അത് ഡ്രസ്സായിരുന്നു, അത് മാമ പൊട്ടിച്ചത്. അത് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു കടയുടെ കവറായിരുന്നു അത്. അപ്പം നമുക്ക് മനസ്സിലായി അത് ഡ്രസ്സാണ്. അപ്പം നമ്മളതൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്, അത് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഞങ്ങളൊക്കെ അതേ തന്നെ നോക്കിയിരിക്കുകയാണ്, അത് പൊട്ടിക്കാനുള്ള ഇതിൽ. അപ്പം അതും പൊട്ടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം നന്നായിട്ട് ഒട്ടിച്ച് വെച്ചോണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഇച്ചുവിൻ്റെ അടുത്ത് ടെഡിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം അവനാണെങ്കിൽ ടെഡിനെയൊക്കെ മാറ്റിയിട്ട് അവൻ ആ ഷൂസ് ഇട്ട് കളിക്കും. അതും ആ ഷൂസാണ് മുമ്പേ പറഞ്ഞില്ലേ, ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഒരു 2 ഷൂസ് ഉണ്ടായിരുന്നു.
അതാണത് കേട്ടോ, ലൈറ്റൊക്കെ കത്തും. പിന്നെ അതൊരു ഡ്രസ്സായിരുന്നു, എനിക്ക് തോന്നുന്നൊരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു ട്രൗസറും പോലത്തെ ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാക്കറ്റും പൊട്ടിച്ചു. അപ്പോൾ ഇച്ചു നോക്കിയപ്പോൾ ഒത്തിരി മറ്റേ പേസ്പോർട്ട് ഐറ്റംസ് വരുന്നല്ലോ, അവനപ്പോൾ ഓടി വന്നത് അതെല്ലാം അവിടെ ഇട്ടിട്ട്. അപ്പം അടുത്തതും നല്ലൊരു ഡ്രസ്സായിട്ടോ, പക്ഷേ എല്ലാം ഇച്ചിരി വലുതാണ്. ഇപ്പം ഇടാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ എല്ലാം നമ്മൾ മാറ്റി വെച്ചേക്കും. ഞാനാണെങ്കിൽ 2 സെക്ഷനായിട്ട് വെച്ച് കേട്ടോ. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ വലിയ ഡ്രസ്സ് ഒരു സൈഡിൽ അവന് ഇടാൻ പറ്റുന്നത്. എനിക്കൊന്ന് ഇപ്പോൾ പൊട്ടിച്ചതിൽ തന്നെ എനിക്കൊന്ന് ഒരെണ്ണേ ഉള്ളൂ അവന് ഇടാൻ കറക്റ്റ് ഭാഗമായിട്ടുള്ള. ബാക്കിയെല്ലാം കുറച്ച് വലുതാണ്. ഞാനപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു വൈറ്റിൻ്റെ അകത്ത് ചെറിയ ഡിസൈനൊക്കെ വെച്ചൊരു ഡ്രസ്സായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മാമാണെങ്കിൽ അടുത്തതെടുത്തു. അടുത്തതും ഇതുപോലെ തന്നെ മറ്റേ പോപ്പീസിൻ്റെ ആയിരുന്നു തോന്നുന്നു, നല്ലൊരു ഡ്രസ്സായിരുന്നു. പോപ്പീസിൻ്റെ തന്നെ നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതും അതെനിക്ക് തോന്നുന്നു അത് അളവ് കറക്റ്റായിരുന്നെന്ന് തോന്നുന്നു. കുറച്ച് അവന് പറ്റിയ അളവൊക്കെ ആയിരുന്നു. നമ്മളിതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നോക്കുക, കൊള്ളാം സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് എടുക്കും. പക്ഷെ ഇത് പൊട്ടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കണമെന്ന്. അപ്പം ഇവർ പറയും എല്ലാവരും കൊണ്ട് ഇരിക്കുമ്പോൾ പൊട്ടിക്കാം, ഞങ്ങൾ വന്നിട്ടേ പൊട്ടിക്കാവുള്ളൂ. അപ്പോൾ ഈ ഉണ്ണിക്കുട്ടനും മാമും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയേക്കുമായിരിക്കും. അപ്പോൾ അവർ പറയും ഞങ്ങൾ വരാണ്ട് പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് നമ്മളിതെല്ലാം പൊട്ടിച്ചൊക്കെ നോക്കാൻ തുടങ്ങി. കാരണം അവരും കൂടെ വേണമല്ലോ, അതുകൊണ്ട്. ഒക്കെ പിന്നെ നമ്മൾ അടുത്തത് പൊട്ടിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഇച്ചു ഇവിടെ ബഹളമൊക്കെ തുടങ്ങി കേട്ടോ. ഇച്ചുവിന് നമ്മൾ എടുക്കുന്ന അതെല്ലാം വേണം. നമ്മൾ ഓരോ പേസ്പോർട്ട് എടുക്കുമ്പോഴും അവന് അതെല്ലാം വേണം. അതിന് ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് പോയി ബഹളവും ചെറിയ കരച്ചിലും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ പറഞ്ഞ്. നമ്മളിങ്ങനെ ചെറിയ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തമാശയൊക്കെ അടിച്ച് എന്തെങ്കിലും ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത ഡ്രസ്സ് നോക്കി. അതും ഇതുപോലെ തന്നെ കണ്ടില്ലേ, നല്ല ഡ്രസ്സായിട്ട്. അതൊരു പാർട്ടി വെയർ പോലത്തെ ആയിരുന്നു, പക്ഷെ നല്ലതായിരുന്നു. കുറച്ച് അതും വലുതാണ്, കണ്ടില്ലേ, കുഞ്ഞിനെ ഇച്ചിരിയും കൂടെ ആയിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ. അതിന് ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വൈറ്റും ഗ്രേയും ടൈപ്പ് കളറായിരുന്നു. നല്ല ഡ്രസ്സായിട്ടോ. അതെല്ലാം ഞാനിപ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി, കാരണം മിക്കതും വലിയ ഡ്രസ്സല്ലേ. അപ്പോൾ ഇനി ഇതെല്ലാം ഒരു സ്ഥലം നമ്മൾ എടുത്ത് വെക്കുമ്പോൾ മാറ്റി വെക്കണമല്ലോ, വലിയ ഡ്രസ്സൊക്കെ പിന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. മറന്നു പോകാതിരുന്നാൽ മതി, കാരണം ഇനി നേരത്തെ ഞാനിങ്ങനെ എടുത്ത് വെച്ച ഡ്രസ്സൊക്കെ ചിലതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ആ കഥയും ഞാനിരുന്ന് പറയുന്നുണ്ട്, ദൈവമേ ഇരുന്ന് ചെറുതാവാതിരുന്ന് മതിയായിരുന്നു എന്ന്. കാരണം നമ്മളെപ്പോഴും പുറത്തൊന്നും പോകുന്നില്ലല്ലോ, നമ്മൾ ഇടയ്ക്കൊക്കെ അല്ലേ പോകത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സ് ഇടും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നോക്കുമ്പോഴായിരിക്കും ചില ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓർക്കും, അയ്യോ പുത്തൻ ഡ്രസ്സല്ലേ, ഇട്ട് നോക്കുമ്പോൾ ചിലത് ചെറുതായിപ്പോയി കാണും. ഇതും ടീഷർട്ടും കണ്ട മാമ വെച്ച് നോക്കുകയാണ്, ദൈവമേ ഇത് നല്ല വലുതാണല്ലോ, ഇതെപ്പോൾ ഇടാം. അപ്പം മാമ പറഞ്ഞ് നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇട്ട് കൊടുക്കാതെ, കാരണം നല്ല വലുതാണ്, ഒത്തിരി വലുതായിപ്പോയി. മിക്ക ഡ്രസ്സും അത് തന്നെ കേട്ടോ, എല്ലാം വലിയ ടീഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ വലിയ ട്രൗസറും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ പറയും, ദൈവം ഇവൻ ഇനി വലുതായി കഴിഞ്ഞല്ലേ ഇതെല്ലാം ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ നമ്മുടെ അളവായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴേ ഇട്ട് കൊടുത്ത് ആ ഒരു ഭംഗിയൊക്കെ കാണാമല്ലോ. നമ്മളതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക, കാരണം അതൊന്നും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ അടുത്ത ഡ്രസ്സ് നമ്മൾ പൊട്ടിച്ച്, അടുത്ത ഡ്രസ്സ് നല്ലൊരു ഭംഗിയുള്ള ടീഷർട്ടായിരുന്നു, അതും വലുതാട്ടോ. അത് ഫുൾ കൈയുടെ ടീഷർട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു പാൻറ്റ് പോലത്തെയോ, പാൻറ്റായിരുന്നോ അല്ല ട്രൗസറായിരുന്നു തോന്നുന്നു കേട്ടോ, ട്രൗസർ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവാണെങ്കിൽ അതിൻ്റെ കവറിനടിയായി, അത് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഇച്ചുവിനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെടുത്താലും അവനപ്പം അത് വേണം. നമ്മളത് കൊടുത്തില്ലെങ്കിൽ അവൻ കിടന്ന് കരഞ്ഞ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. കാരണം നമ്മളിവൻ ചെറുപ്പത്തിൽ ഇങ്ങനെ കരയുമ്പം എന്തിനാണോ കരയുന്നത് അതെടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവനതൊരു അടവായിട്ട് വെച്ചേക്കുക. അവൻ എന്ത് കിട്ടിയില്ലെങ്കിൽ ഒറ്റ കരച്ചില്ല കിട്ടുന്നിടം വരെ. അപ്പോൾ ഞങ്ങൾ പറയും എല്ലാം പഠിച്ചു എന്ന്. പിന്നെ അത് ഇതിൻ്റെ കവർ നല്ല രസമായിരുന്നു കേട്ടോ, പൊതിഞ്ഞേക്കുന്നതാണ്. അതിൻ്റെ റാപ്പർ അടിപൊളിയൊരു നല്ല മറ്റേ ആനിമൽസിൻ്റെയൊക്കെ പടമുള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തിട്ട് ഞാൻ പറയുമായിരുന്നു, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്ന്.
അതിൻ്റെ ആ പേപ്പറെ പൊതിഞ്ഞേക്കുന്നത് മൊത്തം ആനിമൽസിൻ്റെ പടമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പൊട്ടിച്ച് നോക്കുക. ഇച്ചുനാണെങ്കിൽ കവർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, കാരണം ഒത്തിരി പടമുണ്ടല്ലോ. അവനത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ മാമാണെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റേ ചെറിയ കത്തി കൊണ്ടിങ്ങനെ പൊളിച്ച് നോക്കുക. അത് ഡ്രസ്സായിരുന്നു തോന്നുന്നു. ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ടെഡിയുടെ അടുത്ത് പോകും, പിന്നെ കുറച്ച് നേരം അവിടെ പോയി പേപ്പറുമായിട്ട് കളിക്കും. പിന്നെ നമ്മൾ ഈ പൊളിക്കുന്ന പേപ്പറെല്ലാം ഉണ്ണിക്കുട്ടൻ്റെ കൊടുക്കുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, അതെല്ലാം എടുത്ത് വായിലിടും. അപ്പം ഇവൻ എടുക്കാതിരിക്കാൻ നമ്മളൊരു കവറിൻ്റെ അകത്ത് അതിങ്ങനെ ഇടിച്ചിടിച്ച് കയറ്റി വെച്ചേക്കുക. താഴെ ഒന്നും വീണാൽ അവൻ അപ്പം എടുത്ത് വായി വെക്കും. നമ്മൾ മേ ബി പറയുമായിരിക്കും വാവേ വായി വെക്കല്ലേ എന്ന്. അപ്പോൾ അവനൊരു രസമാണ്, അപ്പം തന്നെ വായി വെക്കും. അങ്ങനെയാട്ടോ. പിന്നെ നമ്മളത് പൊട്ടിച്ചേട്ടോ. അത് നല്ലൊരു ടീഷർട്ടും ഇതൊക്കെയായിരുന്നു. അത് എടുത്തില്ല, കാരണം കുറച്ച് വലുതാട്ടോ. അതും കണ്ടോ, കുറച്ച് വലിയ ടീഷർട്ടായിരുന്നു. കുറച്ച് വലുത്, ഒത്തിരി അങ്ങ് വലുതല്ല കേട്ടോ. ഒരു ഇച്ചിരിയും കൂടെ ആകുമ്പോഴത്തേക്ക് അവനെ ഇടാൻ പറ്റും. ആ ഒരു ടൈപ്പായിരുന്നു. ഒരു റെഡ്, അതിൻ്റെ അകത്താണെങ്കിൽ മറ്റേ വണ്ടിയുടെ പടമൊക്കെ ഉള്ള ഒരു നല്ല ടീഷർട്ടായിരുന്നു, എനിക്കിഷ്ടമായി. അതും ടീഷർട്ടും ട്രൗസറും ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്സൊക്കെ ഇങ്ങനെ തീരാറായിട്ട് ഇനി 2-3 കൂടെ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇത് ആരൊക്കെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അതാണ് വേറൊരു രസം. ഞങ്ങളിത് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇതൊക്കെ ആര് കൊണ്ടുവന്നതായിരിക്കും, നമുക്ക് ഇതൊക്കെ തന്നത് ആരാന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം നമ്മളിതൊന്നും കണ്ടില്ലായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ആരൊക്കെ തന്നതാണെന്നും പറയാൻ അറിഞ്ഞൂടെ. ചിലതൊക്കെ അറിയാം കേട്ടോ. ഇതൊക്കെ എൻ്റെ ഈ 2-3 കസിൻസും അല്ലെങ്കിൽ അപ്പിമാരും ഒക്കെ തന്നത് എനിക്കറിയാം. അല്ലാണ്ട് കുറേയൊക്കെ ഡ്രസ്സുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ എൻ്റെ റൂം നിറച്ച് ഇങ്ങനെ ഗിഫ്റ്റ്സ് അടുക്കി വെച്ചേക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതൊക്കെ എനിക്കറിഞ്ഞൂടെ ആരൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളത് പറയുന്നുണ്ട്, നമ്മൾ കണ്ടില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ അടുത്ത പഠിച്ചപ്പോൾ ഇതുപോലെ ഷർട്ടും മറ്റേ ട്രൗസറും ഒക്കെ ആയിരുന്നു. പിന്നെ മാമ ഒരെണ്ണം പൊട്ടിക്കുകയാണ് കേട്ടോ. അടുത്തൊരു ഗിഫ്റ്റ്സ് എടുത്തു. അതും പൊട്ടിച്ച് എനിക്കൊന്ന് ഡ്രസ്സ് തന്നെ ആയിരുന്നു തോന്നുന്നു. അതും ഡ്രസ്സായിരുന്നു. അതൊരു ഷർട്ടും, അതും കുറച്ച് വലുതായിട്ടോ. കുഞ്ഞിന് ഷർട്ട് വലുതാണ്. ഷർട്ടും ട്രൗസറുമാണ് കണ്ടോ. പക്ഷെ നല്ല ഡ്രസ്സായിട്ടോ. എല്ലാം നല്ല നല്ല ട്രൗസറും അതുപോലെ തന്നെ നല്ല ഷർട്ടൊക്കെയാണ്. പക്ഷെ എല്ലാം കുറച്ച് വലുതായതുകൊണ്ട് നമ്മളതെല്ലാം ഇനി സൂക്ഷിച്ച് വെച്ചേക്കണം. അവന് ഇടാൻ പാകമാകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ എന്നാട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അവനാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുറച്ച് നേരം അതിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കും. ആ പേസ്പോർട്ടിൻ്റെ അകത്ത് കയറിയിരുന്ന് കളിയൊക്കെയാണ്. അതെടുത്തോളായിട്ട് പേസ്പോർട്ടിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഉണ്ണിക്കുട്ടി ഇനി 2-3 ഗിഫ്റ്റ്സേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തോട്ട് നീക്കി വെച്ച് തരുവാണ്. പപ്പ പറയുന്നുണ്ട് അവൻ പേസ്പോർട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുവാന്ന്. അപ്പോൾ നമ്മൾ അടുത്തൊരു ഗിഫ്റ്റ്സ് വന്ന്, അതും എനിക്കൊന്ന് ഡ്രസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഡ്രസ്സാണ്. എനിക്കൊന്ന് ടീഷർട്ടാണെന്ന് തോന്നുന്നു. അത് നല്ല ട്രൗസർ കേട്ടോ. നല്ല ഒരു പച്ച കളറുള്ള ട്രൗസറും പിന്നെ ഒരു ചെറിയ ടീഷർട്ടും ഒക്കെ ആയിട്ട് നല്ലതായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. ഇത് നമുക്ക് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇടാൻ പറ്റും. ഒരു 1.5 വയസ്സാകുമ്പോഴത്തേക്ക് ഇടാം. എനിക്ക് ഇത് നല്ല മറ്റേ ഒരു ഇതെൻ്റെ പപ്പ മേടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. പപ്പ പിന്നെ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഒരു സർവാണിയൊക്കെ ഉണ്ട്. ഇപ്പം കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. ആ സർവാണി കണ്ടപ്പോഴേട്ടോ എനിക്ക് മനസ്സിലായത്. ഇത് അവർ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അടുത്ത ഡ്രസ്സ് പിന്നെ അടുത്തത് നോക്കാം. ഇനി നമുക്ക് ആ 2 ഗിഫ്റ്റ്സും കൂടെ ഉള്ളു കേട്ടോ. ബാക്കിയൊക്കെ നമ്മളെല്ലാം പൊളിച്ച് നോക്കി. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഈ നേരത്തെ കണ്ടില്ലേ അങ്ങനെ വലിയ ടോയ്സൊക്കെ ആയിരുന്നു കേട്ടോ. അതിൽ വലിയ ടോയ്സ് മിക്കതും പപ്പാൻ്റെ അവിടുത്തെ പപ്പാൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ 2-3 ടോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ചേച്ചി അതിലൊരെണ്ണം കൊണ്ടുവന്നു. പിന്നെ എൻ്റെ ചേച്ചിയാണെങ്കിൽ മറ്റേ ജീപ്പ്, പിന്നെ അതുപോലെ തന്നെ ബാക്കി പിന്നെ എൻ്റെ കസിൻസൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ആ വലിയ ടോയ്സൊക്കെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ആൻറ്റിമാരും ഒക്കെ തന്നതും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്.
പിന്നെ നമ്മുടെ ചെറിയ ഗോൾഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പോക്കറ്റ് മണീസ് പോലെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾഡൊക്കെ കിട്ടിയത് നമ്മളത് കാണിക്കുന്നില്ല, അത് നമ്മുടെ കയ്യിൽ അത് ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ ഇതാണ്. അപ്പോൾ നമ്മൾ കുറേ വലിയ ടോയ്സും പിന്നെ ഇതുപോലെ ഡ്രസ്സ് കുറേ കിട്ടി. അതുപോലെ തന്നെ ഗോൾഡ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പോക്കറ്റ് മണീസ് അവന് കിട്ടി. അപ്പം ഇതൊക്കെയാണ് അവൻ്റെ ഗിഫ്റ്റ്സ് കിട്ടിയത് ബർത്ത്ഡേക്ക് കേട്ടോ. അത് കോട്ട് സെറ്റ് ആട്ടോ, അതെൻ്റെ ചേച്ചി മാക്സിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഇത് ചേച്ചി എനിക്ക് നേരത്തെ കൊണ്ട് തന്ന കേട്ടോ, ബർത്ത്ഡേയുടെ നേരത്തെ എൻ്റെ കൊണ്ട് തന്നായിരുന്നു, മാക്സിൽ നിന്ന് എടുത്തതാണ്. ചേച്ചിയുടെ ഭാവയുണ്ടല്ലോ അംബ്ലൂസ്, അവനെടുത്തപ്പം ഇവനും എടുത്തതെന്ന് പറഞ്ഞു. അപ്പം എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അതും വന്നതാണ് കേട്ടോ. പിന്നെ മാമ അടുത്ത ഗിഫ്റ്റ്സ് പൊട്ടിക്കും കേട്ടോ. ഇനി നമുക്ക് 2 ഗിഫ്റ്റ്സും കൂടെ ഉള്ളു പൊട്ടിച്ച് നോക്കാൻ വേണ്ടി, ബാക്കിയെല്ലാം നമ്മൾ പൊട്ടിച്ചു കേട്ടോ. അതൊരു കാറായിരുന്നു കേട്ടോ. അത് പക്ഷേ കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ പഴയ മോഡൽ കാറ്, മറ്റേ നല്ല രസം. നമ്മൾ വീട്ടിലെ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ കാർട്ടൂണൊക്കെ കാണുമ്പോൾ ഉള്ള ടൈപ്പ് കാറുണ്ടല്ലോ, കണ്ണും മൂക്കും ഒക്കെ ഉള്ള അത്തരം ടൈപ്പ് കാർ എനിക്കിഷ്ടപ്പെട്ട്. അതവനില്ലായിരുന്നു കേട്ടോ, അങ്ങനത്തെ ആ ഒരു ഷേപ്പിലെ കാർ. ഒത്തിരി കാറുണ്ടായിരുന്നു, റിമോട്ട് കാറൊക്കെ അവനുണ്ട്, പക്ഷേ ഈ മോഡൽ ഒരെണ്ണം അവൻ്റെ ഇല്ല. അപ്പോൾ എനിക്കതിഷ്ടമായി. പിന്നെ അടുത്ത നമ്മൾ ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ പൊട്ടിച്ച് നോക്കുക കേട്ടോ. അതെന്തുവാന്ന് നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഈ ലാസ്റ്റിലത്തെ ഗിഫ്റ്റാണ് കേട്ടോ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗിഫ്റ്റ്സ് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. അതിനകത്തൊരു റിമോട്ട് കാറായിരുന്നു, റെഡ് കാറാണ് റിമോട്ടിൻ്റെ, പക്ഷെ നല്ല കാറായിരുന്നു കേട്ടോ. നമ്മളത് നല്ല സ്പീഡാണ്, നമ്മളത് ഓടിക്കുമ്പോഴേ നല്ല സ്പീഡായിരുന്നു. നമ്മളതെല്ലാം അങ്ങനെ നമ്മുടെ ഇത്തുവിൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ്സ് എല്ലാം നമ്മൾ പൊട്ടിച്ച് കണ്ട് അവനത് കളിക്കാനും ഒക്കെ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ 24x7 ഫാമിലി വ്ളോഗ്സ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് ചെറിയ ഡിലേ ഒക്കെ വരുന്നത് നമ്മൾ ഇടയ്ക്ക് ചെറിയ തിരക്കൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടാണ്, പക്ഷെ ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇച്ചുവിൻ്റെ ഗിഫ്റ്റ്സൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഇച്ചുവിനെല്ലാം ഇഷ്ടമായി കേട്ടോ. ഇച്ചു ഇതെല്ലാം കളിക്കാനൊക്കെ തുടങ്ങി. ഇച്ചു ഇവിടെ വണ്ടി കയറാനും ഇതെല്ലാം കളിക്കാനും ഒക്കെ ഡെയിലി വന്ന് ഇതെല്ലാം ഇതിനകത്ത് ഈ പാട്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാം ഇങ്ങനെയൊക്കെ. പിന്നെ ഈ സമയത്താണ് ഇച്ചു കണ്ടത് ഞങ്ങളവിടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവൻ ഇപ്പോഴാണത് കണ്ടത്. അവനത് ചിരിയും കളിയൊക്കെയായി. ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന്. കാരണം ഇത്രയും നേരം അവനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളത് ഇടയ്ക്ക് പറയുകയും ചെയ്ത്. മാമാണെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് അവരെ ചിരിപ്പിക്കുക കളിപ്പിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് എടുത്തോണ്ടെങ്കിൽ പോകുന്നത്, അല്ലെങ്കിൽ അവൻ ആ ഫോണും സ്റ്റാൻഡും എല്ലാം കൂടെ പൊട്ടിച്ച് താഴെയിടും. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടവരെ നമ്മളെ സപ്പോർട്ട്